ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് ഹൃദയമിടിപ്പിൻ്റെ താളം ഒന്നുയർന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ ശ്വാസമടക്കി പിടിച്ച നിൽപ്പ് തുടങ്ങിയിട്ട്. ദാസേട്ടൻ ബോധരഹിതനായി വീണിട്ട് ഇന്നേക്ക് 3 പകലും 3 രാവും കഴിഞ്ഞിരിക്കുന്നു. ഐസിയുവിന് മുന്നിലെത്തിയ വരാന്തയിൽ ഒരു നിമിഷം പോലും കൺപൂട്ടാതെ ജീവനു വേണ്ടി പ്രാർത്ഥിച്ച നാളുകൾ. ദാസേട്ടന് ബോധം തെളിഞ്ഞിട്ടോ. ഇനി ശാരദാമ്മക്ക് അകത്ത് കയറി കാണാം. അധികം സംസാരിപ്പിക്കരുത്. ഒരു മാലാഖയെ പോലെ കടന്നു വന്ന നേഴ്സ് ആ ശുഭവാർത്ത അറിയിച്ച് നടന്നു നീങ്ങിയപ്പോൾ ശാരദയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറുമ്പോൾ വിങ്ങുന്ന നെഞ്ചോടെയാണ് അവർ ആ കട്ടിലിനരികിലേക്ക് നടന്നത്. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. ശ്വാസമെടുക്കാൻ പോലും പാടുപെട്ട് തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന പ്രിയപ്പെട്ടവളെ ദാസൻ മങ്ങിയ കണ്ണുകളോടെ നോക്കി. ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വരുത്താൻ ശ്രമിച്ച് അദ്ദേഹം ചെറുതായി തലയാട്ടി. അരികിലെത്തിയതും ശാരദയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ശബ്ദം പുറത്തു വരാതെ ആ നെഞ്ചിലേക്ക് വീണ് അവർ വിങ്ങിപ്പൊട്ടി. കരച്ചിലെടുക്കാൻ കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചും ആ ചുമലുകൾ സങ്കടത്താൽ കുലുങ്ങിക്കൊണ്ടേയിരുന്നു. ഐ ആം നോട്ട് ഡെഡ്, പ്ലീസ് ഡോണ്ട് ക്രൈ. തളർന്ന ശബ്ദത്തിൽ അല്പം അസ്വസ്ഥയോടെ ശ്വാസമെടുത്ത് ബുദ്ധിമുട്ടി അദ്ദേഹം അത് പറയുമ്പോൾ ശാരദയുടെ ഉള്ളിലെ സങ്കടക്കടൽ വീണ്ടും ഇരമ്പിയാർത്തു. ആ മുഖത്തേക്ക് നോക്കും തോറും നെഞ്ച് പിളരുന്നത് പോലെ വേദനയാണ് ശാരദക്ക് തോന്നിയത്. വർഷങ്ങളോളം തനിക്ക് തണലായി നിന്ന മനുഷ്യൻ ഇതാ ഒരു ആശുപത്രി ഗ്ലാസിലെ വെളുത്ത വിരിപ്പിൽ ജീവനായി മല്ലിട്ട് കിടക്കുന്നു. അവർ വീണ്ടും ആ കൈകളിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. വാടിയ ആ മുഖത്തേക്ക് നോക്കാൻ പോലും ആകാതെ അവരുടെ സങ്കടം അണപ്പൊട്ടിയൊഴുകിയിരുന്നു. അവരുടെ കരച്ചിൽ ഒട്ടും അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടക്കാൻ പോലും മറന്ന് അവർ ആ കട്ടിലിനരികിൽ തളർന്നിരുന്നു. ഒരുപാട് വേദനിക്കുന്നുണ്ടോ ദാസേട്ട? ഞാൻ എപ്പോഴും ഇങ്ങനെ വഴക്കിടുന്നത് കൊണ്ടാണോ നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചത്? സോറി ദാസേട്ട, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. സങ്കടം തൊണ്ടക്കുയിൽ തടഞ്ഞു നിന്നതുകൊണ്ട് മുറിഞ്ഞുപോയ വാക്കുകളോടെ അവൻ പറഞ്ഞു തീർത്തു. അവരുടെ വാക്കുകൾ കേട്ട് ദാസൻ മനസ്സിൽ സ്വയം ഒന്ന് ശപിച്ചു. അദ്ദേഹത്തിന് തൻ്റെ ഇടതു കൈ ഒട്ടും ചലിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. വലതു കൈയിലാണെങ്കിൽ ഗ്ലൂക്കോസ് സ്ട്രിപ്പും കാറിക്കൊണ്ടേയിരിക്കുന്നു. ആ അവസ്ഥയിലായിരുന്നെങ്കിൽ സ്വന്തം നെറ്റിയിലൊന്ന് അടിച്ച് അദ്ദേഹം സങ്കടം പ്രകടിപ്പിച്ചേനെ. ഡാർലിംഗ്, ഐ ആം ഫൈൻ. അദ്ദേഹം വീണ്ടും ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ ഇല്ല എന്ന ഭാവത്തിൽ ശാരദ തലയാട്ടിക്കൊണ്ടേയിരുന്നു. അവരുടെ കണ്ണീർ പുഴ ഒട്ടും വറ്റുന്ന ലക്ഷണമില്ല. പുറമെ നോക്കുന്നവർക്ക് അവരുടെ വീട് വിട്ടൊഴിയാത്ത വഴക്കുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ആ പിണക്കങ്ങൾക്കും തർക്കങ്ങൾക്കുമെല്ലാം പിന്നിലുള്ള അവരുടെ പ്രണയത്തിൻ്റെ ആയം അറിയാവുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. മുൻപ് ഒരു തവണ ഒരു ചെറിയ കാർ അപകടത്തിൽപ്പെട്ട് ദാസേട്ടൻ്റെ നെറ്റിയിലൊരു ചെറിയ പോറലുണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ ഒരാഴ്ചയോളം ശാരദ സങ്കടപ്പെട്ട് കരഞ്ഞു നടന്നത്. പുറത്തുള്ള മറ്റെല്ലാ കാര്യത്തിലും വളരെ സമർത്ഥയായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ധീരയായ സ്ത്രീയാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാര്യത്തിൽ സങ്കടം വന്നാൽ അവർ അതൊന്നും അടക്കിപ്പിടിക്കാൻ പോലും അവർക്ക് അറിയില്ലായിരുന്നു. നീ എന്താ ശാരദ, ഒരു കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ കരയാൻ? ദാസൻ നേർത്ത ഗൗരവത്തിൽ ചോദിച്ചു. ഒരു രോഗിയുടെ അടുത്തിരിക്കുമ്പോൾ അവർക്ക് ധൈര്യമാണ് നൽകേണ്ടത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ ഞാൻ എങ്ങനെ ശരിയാകും? ഞാൻ ഇനിയും ബോധം കെട്ട് വീഴണോ? അത്രയും നേരം ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് പച്ചമലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശാരദാമ്മ അമ്പരപ്പോടെ ദാസനെ നോക്കി. ആ അമ്പരപ്പിൽ അവരുടെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. കണ്ണുനീർ നിറഞ്ഞ ആ കണ്ണുകൾ ശാന്തമായത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസം തോന്നി. അവരുടെ മുഖത്തെ അന്തം വിട്ട ഭാവം കണ്ടപ്പോൾ തളർച്ചയിലും ദാസന്റെ ഉള്ളിൽ ഒരു ചിരി പൊട്ടി. നിങ്ങൾക്ക് മലയാളം അറിയാമായിരുന്നോ അപ്പോൾ? ആകെ ആശയക്കുഴപ്പത്തിലായ ശാരദാമ്മ അറിയാതെ അദ്ദേഹത്തിനോടായി ചോദിച്ചു പോയി. പിന്നെന്താ, ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണോ നിന്നോട് സംസാരിച്ചത്? അദ്ദേഹം ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ ചോദിച്ചു. എന്നിട്ട് ഇത്രയും നാൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കാതിരുന്നത്? നിങ്ങൾ എപ്പോഴാണ് മലയാളം പഠിച്ചത്? ആശ്ചര്യം മാറാതെ അവർ ചോദ്യങ്ങൾ ചോദിച്ചു. നീ 24 മണിക്കൂർ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് ശാരദ? നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആദ്യത്തെ വർഷം തന്നെ ഞാൻ മലയാളം പഠിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം പുഞ്ചിരിയോടെ അത് പറയുമ്പോൾ ശാരദാമ്മയുടെ ഉള്ളിൽ അത്ഭുതം ഇരട്ടിക്കുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഒരക്ഷരം പോലും മലയാളത്തിൽ മിണ്ടാതിരുന്നത്?
അവർ വിടർന്ന കണ്ണുകളോടെ വീണ്ടും ചോദിച്ചു. അതിൻ്റെയൊന്നും അത്രക്ക് ആവശ്യം വന്നില്ല ഡാർലിംഗ്. ഇപ്പോൾ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നിന്റെ ശ്രദ്ധയൊന്ന് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ്. എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഈ ഹോസ്പിറ്റൽ അത്രക്കും അഡ്വാൻസ്ഡ് ആണ്. എനിക്ക് വേഗം ഭേദമാകും. എങ്കിലും എന്നെ വലിയ അവസ്ഥയിൽ കാണുന്നത് തന്നെ എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി മാത്രം വർഷങ്ങളായി ഒളിപ്പു വെച്ച ആ രഹസ്യം പുറത്തുവിട്ട ദാസന്റെ മുഖത്തേക്ക് നോക്കി ശാരദാമ്മ എന്തു പറയണമെന്നറിയാതെ തരിച്ചിരുന്നു പോയി. ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് എപ്പോഴും നിന്നോട് പറയാറുള്ളത്. അതൊന്നും നീ ഒരിക്കലും ശ്രദ്ധിക്കാറില്ലല്ലോ. ദാസൻ നേർത്ത പരിഭവത്തോടെ അവളെ നോക്കി. പക്ഷേ നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സുഖം പ്രാപിക്കുമോ ശാരദ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ ഒന്ന് ശാന്തമാക്ക്. എന്നിട്ട് പുറത്തു പോയി കാർത്തികിനോട് ഇങ്ങോട്ട് വരാൻ പറ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും ശാരദാമ്മ അവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. അവരുടെ മനസ്സിലെ ആകുലതകൾ അപ്പോഴും പൂർണ്ണമായി വിട്ടുമാറിയിരുന്നില്ല. പ്രിയപ്പെട്ടവരുടെ ആ നിൽപ്പ് കണ്ട് ദാസൻ വീണ്ടും അവരുടെ കൈകൾ മെല്ലെ തലോടി. പ്ലീസ് ഡാർലിംഗ്, നീ ഇനിയും കരയരുത്. നിന്റെ കണ്ണുനീർ എന്നെ ജീവനോടെ കൊന്നുകളയും. ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ നീ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്ക്. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ ശാരദമ്മക്ക് വഴങ്ങേണ്ടി വന്നു. കണ്ണുകൾ തുടച്ച് ഭർത്താവിനെ ഒന്ന് നോക്കി അവർ പതിയെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവർ പുറത്തു പോയതും ദാസന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. എന്തൊരു പെണ്ണാണിത്! കരച്ചിലും വഴക്കും മാത്രം. ഇതല്ലാതെ അവൾക്ക് വേറെന്തെങ്കിലും അറിയുമോ? ആത്മകഥം പോലെ അദ്ദേഹം സ്നേഹത്തോടെ പിറുപിറുത്തു. ആ വഴക്കുകളായിരുന്നു ഈ ഘട്ടകാലത്തും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കരുത്ത് നൽകിയത്. അല്പം കഴിഞ്ഞപ്പോൾ കാർത്തിക് മുറിയിലേക്ക് കടന്നു വന്നു. അവൻ്റെ മുഖം വല്ലാതെ തളർന്നു പോയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി നേരാവണ്ണം ആഹാരം പോലും കഴിക്കാത്തത് കൊണ്ട് എപ്പോഴും പ്രസരിപ്പോടെ എറുക്കാറുള്ള അവൻ്റെ കണ്ണുകളിലെ തിളക്കം പോലും പാടെ മാഞ്ഞു പോയിരിക്കുന്നു. ഭാര്യയോട് വളരെ മാന്യമായും ശാന്തമായും സംസാരിച്ചെങ്കിലും തളർന്നു നിൽക്കുന്ന തൻ്റെ ഏക മകനെ കണ്ടപ്പോൾ ദാസൻ്റെ ഉള്ളിലെ ധൈര്യം പോലും ഒരു നിമിഷം ചോർന്നു പോകുന്നത് പോലെ തോന്നി. എങ്കിലും ഒരു പിതാവിൻ്റെ ആത്മസംശയത്തോടെ അതൊന്നും മുഖത്ത് കാണിക്കാതെ അദ്ദേഹം പതിവ് പോലെ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു. കാർത്തിക് അച്ഛൻ്റെ അരികിലേക്ക് വന്നിരുന്നു. കിടക്കയിൽ കിടന്ന ആ കൈകൾ പിച്ചിച്ചില്ലി മുറുകെ പിടിച്ചു. ഞാൻ വേഗം സുഖം പ്രാപിക്കും കാർത്തിക്, ദാസൻ മകനെ ആശ്വസിപ്പിച്ചു. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അവനൊന്നും മിണ്ടാതെ തലയാട്ടി. ആ കൈകളിൽ അവൻ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു. പെട്ടെന്ന് കുറ്റബോധം നിറഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു, സോറി സൺ. കാർത്തിക് അവരെ ഒരു നിമിഷം സംശയത്തോടെ നോക്കി. എൻ്റെ കാരണം കൊണ്ടാണ്, എനിക്ക് വേണ്ടിയാണ് നിനക്ക് സമയത്തിന് ഇന്ത്യയിലേക്ക് പോകാൻ കഴിയാതെ പോയത്. എൻ്റെ വാശി കാരണം. ദാസൻ്റെ ശബ്ദം ഇടറി. അതൊന്നും സാരമില്ല ഡാഡ്. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. നിങ്ങൾ എത്രയും വേഗം സുഖം പ്രാപിക്കും. എനിക്കറിയാം. അച്ഛന് ധൈര്യം പകരാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മകൻ്റെ വാക്കുകൾ കേട്ട് ദാസനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അല്പം മടിയോടെ താഴ്ന്ന സ്വരത്തിൽ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയെ നീ അധികം കരയിപ്പിക്കരുത്. അവൾക്ക് ഇഷ്ടമുള്ള നല്ല കാഞ്ചീപുരം സാരി വാങ്ങിക്കൊടുക്ക്. പിന്നെ അവൾക്ക് ഒരുപാട് ചോക്ലേറ്റുകളും വാങ്ങി നൽകണം. തൻ്റെ അസാന്നിധ്യത്തിൽ അമ്മയെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന അച്ഛൻ്റെ സ്നേഹം കണ്ട് അവൻ തലയാട്ടി. എന്നാൽ പെട്ടെന്നെന്തോ ഓർത്ത് ദാസൻ്റെ മുഖം ഗൗരവമുള്ളതായി. നമ്മുടെ ബിസിനസ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ ചോദ്യം കേട്ടതും കാർത്തിക് പെട്ടെന്ന് തല താഴ്ത്തി. അവൻ്റെ മുഖത്ത് ഇരുൾ പടർന്നു. 3 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ബിസിനസ് 10% താഴേക്കാണ് പോയത് ഡാഡ്. വിപണിയിൽ എല്ലാം ഇപ്പോൾ വളരെ മോശം അവസ്ഥയാണ്. കാർത്തിക് സങ്കടത്തോടെയും നിരാശയോടെയും തുറന്നു പറഞ്ഞു. പ്ലീസ് കാർത്തിക്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിനക്ക് സാധിക്കും. ഈ ബിസിനസ്സിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഇപ്പോൾ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് പൂർണ്ണ സമ്മതമാണ്. നിനക്ക് ഈ വിജയകരമായി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ദാസൻ മകൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അവന് വലിയൊരു ആത്മവിശ്വാസം പകർന്നു നൽകി. അച്ഛൻ്റെ വാക്കുകളിലെ ആ ദൃഢത കാർത്തികിനും പുതിയൊരു ഉണർവ് നൽകി. അവൻ ശരിയെന്ന അർത്ഥത്തിൽ ഉറപ്പോടെ തലയാട്ടി. ഒരാഴ്ചത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഹിരണ്യ ആ നാട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. നിശ്ചയത്തിലും 1 ദിവസം മുൻപേ അവൾ വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ അവളെ വരവേറ്റത് പരിചിതമായ കോലാഹലങ്ങളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല.
അപ്പോഴും ഉമ്മറത്ത് വെങ്കിടിയും അവൻ്റെ ചെറിയച്ഛനും തിടുക്കത്തിൽ എങ്ങോട്ടോ പോകാൻ തയ്യാറെടുക്കുകയാണ്. കാർത്തികിൻ്റെ അച്ഛനെ കാണാൻ പോകാനുള്ള ഒരുക്കത്തിലാണവർ. പ്രഭാതത്തിലെ പ്രകാശപത്രത്താളുകൾ വീണപ്പോൾ ഹിരണ്യ ഞെട്ടി നിൽക്കുന്ന വാർത്ത വായിച്ചത്. ഷൈനിങ് വാർഡ് പ്രസിഡന്റ് ദാസന് പക്ഷാഘാതം സംഭവിച്ചിരിക്കുന്നു. അതുവരെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സങ്കടങ്ങളെയും പരിഭവങ്ങളുടെയും കോട്ടകൾ ആ ഒരൊറ്റ വാർത്തയിൽ തകർന്നു തരിപ്പണമായി. വാർത്ത വായിച്ച നിമിഷം ഹിരണ്യയുടെ ഉള്ളിലൊന്ന് പിടഞ്ഞു. ശ്വാസം നേരെ വീഴാത്തതുപോലെ അവൾക്ക് തോന്നി. കാർത്തിക്, അവനിപ്പോൾ ഏതവസ്ഥയിലായിരിക്കും? അവൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ പിടിച്ചു. ചില വാശികളുടെയും സാഹചര്യങ്ങളുടെയും പേരിൽ അവനിൽ നിന്നും അകന്ന് ഓടിയവളാണവൾ. മനഃപൂർവ്വം ഒരു മതിൽ തീർക്കാൻ ശ്രമിച്ചവൾ. എങ്കിലും ഈയൊരവസ്ഥയിൽ അവൻ്റെ തകർച്ച ആലോചിക്കാൻ പോലും അവളുടെ മനസ്സിന് ആകുമായിരുന്നില്ല. ആ വേവലാതി അവളെ ഉള്ളിൽ നിന്നും ദഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും താൻ മുമ്പ് കാണിച്ച വാശിയും വീര്യവും ഒരു വിലങ്ങുതടിയായി മുന്നിൽ നിന്നതുകൊണ്ട് ഓടിച്ചെന്ന് കാര്യങ്ങൾ തിരക്കാൻ അവളുടെ അഭിമാനം അനുവദിച്ചില്ല. അവൾ ദൂരെ മാറി നിന്ന് എല്ലാം ശ്രദ്ധിച്ചു. വെങ്കിടി വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് അവൾ ഒളിച്ചിരുന്നു കേട്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപകടഘട്ടം തരണം ചെയ്തു കഴിഞ്ഞു. ഉടനെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. പക്ഷേ അവനൊന്ന് നിർത്തി ഒരു ദീർഘശ്വാസമെടുത്ത് വീണ്ടും തുടർന്നു. പക്ഷേ കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഇനി കാർത്തികാണ് നോക്കുക. അച്ഛൻ്റെ ഈ അവസ്ഥയിൽ അവന് മാറി നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് അടുത്ത കുറച്ച് വർഷത്തേക്ക് കാർത്തിക് എങ്ങോട്ട് വരാനോ പോകാനോ ആരെയും കാണാനോ സാധിക്കില്ല. ബിസിനസ്സും കുടുംബവുമായി അവൻ തിരക്കിലായിരിക്കും. ആ വാക്കുകൾ ഹിരണ്യയുടെ കാതുകളിൽ ഒരു ഇടിത്തി പോലെയാണ് പതിച്ചത്. അടുത്ത കുറച്ചു വർഷങ്ങളിലേക്ക് അവനെ കാണാൻ പോലുമാകുന്നില്ല എന്ന യാഥാർത്ഥ്യം അവളെ ആകെ സങ്കടത്തിലാഴ്ത്തി. ഒരുപക്ഷെ തങ്ങൾക്കിടയിൽ അകലം ഇനിയൊരിക്കലും കുറയില്ല എന്ന ഭയം അവളെ പിടികൂടി. എന്നാൽ ആ സങ്കടങ്ങളിൽ നിന്നും അവരുടെ ഉള്ളിൽ ഒരു നേർത്ത സന്തോഷത്തിൻ്റെ പ്രകാശം മിന്നിമറിഞ്ഞു. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ ഒന്നിനും കൊള്ളില്ലെന്ന് പലരും കരുതിയ കാർത്തികേയൻ, അവൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. തകർച്ചയുടെ ഘട്ടത്തിൽ അവനൊരു പുരുഷനായി കുടുംബത്തിൻ്റെ തണലായി മാറുന്നു എന്നറിഞ്ഞപ്പോൾ ഹിരണ്യയുടെ മനസ്സിൽ അവനോടുള്ള പ്രണയവും ബഹുമാനവും ഇരട്ടിച്ചു. ഹിരണ്യയുടെ മൗനമായ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വെങ്കിടിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഹോസ്പിറ്റൽ കോറിഡോറിൽ വെച്ച് കാർത്തിക് തന്നോട് പറഞ്ഞ വാക്കുകളായിരുന്നു. ഭാരമേറിയ ഓർമ്മകൾ വെങ്കിടിയുടെ നെഞ്ചിനെ വീണ്ടും പൊള്ളിച്ചു. അന്ന് ആശുപത്രിയുടെ ജനൽപ്പാളിയുടെ ദൂരേക്ക് നോക്കി നിന്ന് കാർത്തികിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് വെങ്കിടിയാണ് ആ ചോദ്യം ചോദിച്ചത്. നീ അവളെ ഒന്ന് കാണാൻ വരുന്നില്ലേ കാർത്തിക്? അവൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം തിരിഞ്ഞു നോക്കാതെ തന്നെ കാർത്തിക് മറുപടി പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ മുൻപൊങ്ങുമില്ലാത്ത വിധം ഒരു ദൃഢതയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിന് സാധിക്കില്ല വെങ്കിടി, ഒട്ടും സാധിക്കില്ല. അതെന്താ കാർത്തിക്? അവൾ നിനക്ക് വേണ്ടിയല്ലേ? വെങ്കിടി തിടുക്കം കൂട്ടി. വേണ്ട വെങ്കിടി, കാർത്തിക് അവനെ തടഞ്ഞു. എങ്ങനെയെങ്കിലും തകർന്നു പോയ ഈ കമ്പനിയുടെ നഷ്ടങ്ങളെല്ലാം എനിക്ക് നികത്തണം. വീണ്ടും ലാഭത്തിലേക്ക് ഇതിനെ കൈപിടിച്ചുയർത്തണം. അതുവരെ അവളുടെ കൈകൾ ചേർത്ത് പിടിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഇത് ഞാൻ എനിക്ക് തന്നെ വേണ്ടി തീർത്ത ഒരു അതിർവരമ്പാണ്. അവളെ ഞാൻ കാണാൻ വരുന്നതിന് മുൻപ് ഈ തകർച്ചയിൽ നിന്നെല്ലാം എൻ്റെ കുടുംബത്തെയും ബിസിനസ്സിനെയും ഞാൻ കരകയറ്റിയിരിക്കും. അപ്പോൾ മാത്രമേ എൻ്റെ മനസ്സ് ശാന്തമാകൂ.